താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 6 പേരാണ് പ്രതിപ്പട്ടികയിൽ ഉള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലപാതകം നടന്ന് 85ാം ദിവസമാണ് കുറ്റപത്രം. 1800 പേജുള്ള കുറ്റപത്രം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ് അന്വേഷണ സംഘം സമർപ്പിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 6 പേരാണ് പ്രതിപ്പട്ടികയിൽ. 107 പേരുടെ സാക്ഷിമൊഴികൾ ശേഖരിച്ചു. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രതികളായ വിദ്യാർത്ഥികൾ നടത്തിയ സംഭാഷണങ്ങളുടെ വിവരങ്ങളും കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായും ഇതിനായി തുടരന്വേഷണം നടത്തുമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇഖ്ബാൽ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇഖ്ബാൽ 24നോട് പറഞ്ഞു. അന്നും ഇന്നും ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറ്റകൃത്യം ചെയ്ത കുട്ടികൾക്ക് പരമാവധി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുള്ളത്. ട്യൂഷൻ സെന്ററിലെ വാക്കുതർക്കത്തിനു പിന്നാലെയുണ്ടായ ആക്രമണമാണ് ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നഞ്ചക്കുപയോഗിച്ച് തലക്കേറ്റ അടിയായിരുന്നു മരണകാരണം. സംഭവത്തിൽ 6 വിദ്യാർത്ഥികൾ പിടിയിലായെങ്കിലും മുതിർന്നവരെ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന് ഷഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. 24 കോഴിക്കോട്.